വിജേഷനാണ് ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ കുറവാണ്. ഇപ്പം വിജേഷനാണ് പാരെ അത്ര അത്യാവശ്യം ദൈവമായിട്ട് കൊടുത്തതാണ്. വേണം മനസ്സിലാവും. ആ അല്ല എനിക്കറിയാം ഫോട്ടോ ഷീറ്റ് ഓൾഡ് മുൻപേ ആയതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ ആളെ എൻ്റെ അടുത്തൊന്ന് പറയുകയും ചെയ്തു. മനസ്സിലാവും. അപ്പം എനിക്ക് അയവർക്ക് എന്താണ് ഇപ്പം ഞാൻ എന്തായാലും ആർക്കും പൊട്ടിയാൻ പോകുന്നില്ല അവിടെ. കാരണം ഷീലെടുത്ത് ഞാനന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ ഒരു മീറ്റിങ്ങിന് ഞാൻ പോകാതായത്. എനിക്ക് ചെയ്തപ്പോഴേ മനസ്സിലായി. അതിന് മുമ്പ് വേറെ ഇഷ്യൂ ഉണ്ടായി. അത് വിജേഷണമായിട്ടാണ്. അത് ഞാൻ ആക്ച്വലി അതിനുശേഷമാണ് ഞാൻ സ്റ്റോപ്പ് ആക്കിയത്. കേജിമോൾ പോകുന്നു. ഞാൻ 2 years നല്ല ആക്റ്റീവായിരുന്നു. എല്ലാ മീറ്റിങ്ങിനും പോകുമായിരുന്നു. എല്ലാ കാര്യത്തിലും എനിക്ക് ഒരുപാട് ഞാൻ അവരെ കേജിമോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഓരോരോ ഇഷ്യൂസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ടൊക്കെ മാറിയത്. എനിക്ക് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റും ഇല്ല. 2 പേർക്കും കൊടുക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേണം. അല്ല അതാണ് ഇപ്പം നൗ ഇറ്റ് കംസ് ടു പേഴ്സണൽ ഇത് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പം സ്പ്ലിറ്റ് ആവും. അപ്പം ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം എന്ത് പറഞ്ഞാലും ഷീനയും കൃഷ്ണത്തിനൊക്കെ വെരി ജൂനിയേഴ്സ് ഇൻ KGM പോയി. അപ്പം ഇപ്പം വിജേഷിനെ നോക്കിയാലും ബാക്കി എത്ര ഇത് നോക്കിയാലും സീനിയേഴ്സ് അവർ ഒരുപാട് KGM വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ അപ്കം ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരാണ് ഒരു പാനൽ നിൽക്കുന്നതെന്ന് അറിയുമ്പം ഇവർ മാർക്ക് കൊടുക്കേണ്ടത് ഇവരുടെ സാമാന്യമല്ല. മനസ്സിലാക്കും. അപ്പം അവർ മാർക്ക് കൊടുക്കാതെ അവർ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ എതിരായിട്ട് നിൽക്കുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യം. മനസ്സിലാക്കും. അപ്പം അത് എനിക്കെന്താ എനിക്ക് അത്ര സപ്പോർട്ട് തോന്നുന്നില്ല. അങ്ങനെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ മാർക്ക് 1 year ആകുമ്പോൾ നാച്ചുറൽ ഒരു ഇലക്ഷന് വഴി വിടണം. എന്നിട്ട് സീനിയേഴ്സ് വരാൻ താല്പര്യമുള്ളവർക്ക് അവർ പ്രസിഡൻഷിപ്പ് കൊടുക്കണം. അതാണ് അവരുടെ ഒരു രീതി. ഒരാൾ തന്നെ കയറി അവരെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ഇറങ്ങൂല പറഞ്ഞിരിക്കുന്നത് എന്താണ് ന്യായമുള്ള? പിന്നെ ഈ കാണിക്കണത് പോക്കൃത്തനോ ഇത്രയും ഇവിടെ വന്ന് രോഗികൾ കാത്തിരിക്കുമ്പോൾ അവർ ഫോൺ ടി വി വെച്ചുകൊണ്ടെന്ന്